നമ്മളെല്ലാവരും PDF ഫയലുകൾ യൂസ് ചെയ്യുന്നവരാണ്. ചിലപ്പോഴൊക്കെ PDF ഫയലുകൾ നമുക്ക് എക്സലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ചുരുക്കാൻ അല്ലെങ്കിൽ കുറച്ച് പേജുകൾ മാത്രമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ എന്നിങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റുകൾ വഴി നമുക്കത് കൺവേർട്ട് ചെയ്യാനും സൈസ് കുറയ്ക്കാനും സ്പ്ലിറ്റ് ചെയ്യാനും മെർജ് ചെയ്യാനും അതിനുവേണ്ടി നമ്മൾ പരിചയപ്പെടുന്ന 3 ബെസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ഒന്നാമത്തെ ഐ ലവ് PDF എന്ന് പറഞ്ഞ സൈറ്റാണ്. പല PDF ടൂൾസുകളും നമുക്കുണ്ട്. ഒന്നാമതായിട്ട് മെർജ് PDF ഫയലുകൾ, പല PDF ഫയലുകൾ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു PDFന്റെ പല പേജസുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ചില വെബ്സൈറ്റുകളൊക്കെ നമുക്ക് PDF ആയിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ സൈസ് ലിമിറ്റ് ചെറുതാക്കാനായിട്ട് PDFനെ കംപ്രസ് ചെയ്യാൻ പറ്റും. PDFനെ നമുക്ക് വേർഡിലോട്ട്, പവർ പോയിന്റിലോട്ട്, എക്സലിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ വേർഡിനെ അല്ലെങ്കിൽ എക്സലിനെ നമുക്ക് PDFിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. PDFിൽ പല എഡിറ്റിങ്ങുകളും പറ്റും. PDFിനെ JPG ഫയലായിട്ട്, ഇമേജുകളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ട് ചെയ്യാനും അൺപ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ, റൊട്ടേറ്റ് ചെയ്യാനും വാട്ടർമാർക്ക് ഇടാനും ഒക്കെ നമുക്ക് ഈ ഒരു ഐ ലവ് PDF എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉപകാരപ്പെടും. നമുക്ക് പല പ്ലാനുകളുണ്ട്. ഇവർ പറയുന്നുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ലിമിറ്റഡ് എല്ലാ ടൂൾസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു വെബ്സൈറ്റ് ആണ് സ്മോൾ PDF. ഇതും നല്ലൊരു PDF ടൂളുകൾ അടങ്ങിയ ഒരു വെബ്സൈറ്റ് ആണ്. മിക്കവാറും ഐ ലവ് PDFിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നതായിരിക്കും എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്. ഇതിലും നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. PDFിനെ പല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. JPG അതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫംഗ്ഷനുകളും തന്നെ നമുക്ക് ഇതിലും ഈ ഒരു വെബ്സൈറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണലി ആയിട്ടുള്ള അഭിപ്രായമാണ്. സ്മോൾ PDF ഇച്ചിലൂടെ ബെറ്റർ ആണ് ഐ ലവ് PDFിനേക്കാളിലും. ഇതിലും പ്രൈസിംഗ് പ്ലാൻസുകളുണ്ട്. 31 PDF ടൂൾസ് നമുക്ക് ആക്സസ് ചെയ്യാം. പ്രോ പ്ലാന്, ടീം പ്ലാന്, ബിസിനസ് പ്ലാന് എന്നിങ്ങനെ പല പ്ലാനുകളും ഇവരും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ടൈനി വൗ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് പല PDFിന്റെ ഫംഗ്ഷനുകൾ മാത്രമല്ല, നമ്മളിപ്പോൾ PDF ഫംഗ്ഷനുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിലും PDFിനെ മെർജ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, കൺവേർഷൻ നടക്കാം, കംപ്രസ് ചെയ്യാം, അങ്ങനെ ധാരാളം പേജ് ഡിലീറ്റ് ചെയ്യാം. അത് പേജ് എഡിറ്റ് തന്നെ URL ടു PDF, PDFിലെ ഇമേജുകൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം, PDFിനെ റൊട്ടേറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ഫംഗ്ഷനുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് പക്ഷേ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. മറ്റ് 2 വെബ്സൈറ്റുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ടൂൾസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ചെയ്യുന്നില്ല, പകരം ഇവര് ചെറിയൊരു ഡൊണേഷൻ ആണ് ഇവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ടൈനി വൗ എന്ന് പറയുന്ന വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. അഡീഷണൽ ആയിട്ട് 2 ട്രിക്കുകൾ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളൊരു PDF ആണ്, ഇതിന് നമുക്ക് ജസ്റ്റ് വേഗത്തിലൊന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വേർഡ് ഓപ്പൺ ചെയ്യുക. അതിലേക്ക് ഇതൊരു സാമ്പിൾ ആണ്. ഈ സാമ്പിൾ PDFിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക ഇവിടെ ഈ ബ്ലാങ്ക് ഡോക്യുമെന്റിലോട്ട്. തുടർന്ന് ഒരു ഓക്കെ കൊടുക്കുക. ഇപ്പം നമുക്ക് ഈ ഒരു MS വേർഡ് വഴി ഈ ഒരു PDF നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു എനേബിൾ എഡിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എനേബിൾ എഡിറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി അതല്ല, ഈ ഒരു വേർഡ് ഫയലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് PDFിലോട്ട് സേവ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് മറ്റു വെബ്സൈറ്റുകളും അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. MS ഓഫീസ് 2010 വെർഷനെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫയലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് PDFിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിനായി ജസ്റ്റ് ഫയല് സേവ് അസ് കൊടുക്കുക അല്ലെങ്കിൽ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമുക്ക് സേവ് അസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അവിടെ വേർഡ് ഡോക്യുമെന്റ് മാറ്റിയിട്ട് PDF കൊടുത്താൽ മതി. സേവ് അടിക്കുകയാണെങ്കിൽ ഈ ഒരു വേർഡ് ഫയൽ PDFിലോട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉപകാരമുണ്ട്. നമ്മുടെ ചിലപ്പോൾ മലയാളം വേർഡിങ്സ് ഒക്കെ ആണെങ്കിൽ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മലയാളം വേർഡിങ് നമുക്ക് മറ്റുള്ളവർക്കും ഫോണ്ട് ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റും. എന്നാൽ മറ്റ് പല തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ വഴി നമ്മൾ ഇതൊരു കൺവേർട്ട് ചെയ്ത് PDFിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അത് വായിക്കാൻ പറ്റാത്ത രീതിയിൽ വരാറുണ്ട്. എന്നാൽ നമ്മൾ ഈ MS വേർഡിൽ നിന്നുകൊണ്ട് തന്നെ ഫയലിൻ്റെ അകത്ത് നിന്ന് സേവ് കൊടുത്ത് PDF ആയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ അത് വായിക്കുന്നതിന് അധികം പ്രശ്നം വരാറില്ല. അപ്പോൾ ഈ 3 വെബ്സൈറ്റുകൾ നമുക്ക് ഓർത്തിരിക്കാം. കൂടാതെ ഈ പറഞ്ഞ 2 ടിപ്സുകളും ഓർത്തിരിക്കാം. ഓക്കെ.